പ്രോസസ്സിൻ്റെ പല അവസ്ഥാന്തരങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇനി ചെറുക്കനെ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് രാവിലെ തന്നെ ചെറുക്കനെയും കൂട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാനഡയിൽ വന്നതിന് ശേഷം എന്ത് ശുഭകാര്യങ്ങൾക്ക് മുന്നേ ഒരു ടിമ്മീസ് മസ്റ്റാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ടിമ്മീസാട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ പറഞ്ഞതുപോലെ മരങ്ങൾ നിഴലായി നിന്നാലേ യാത്ര സുഖകരമാകൂ എന്നുള്ള വരികൾ എനിക്ക് ഓർമ്മ വന്നെങ്കിലും ഇവിടുത്തെ മരങ്ങൾ കണ്ടിട്ട് എനിക്ക് വലിയ സുഖകരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഇതാ കണ്ടോ, ഈ ചേട്ടനൊക്കെ -14 ഈ നടക്കുന്നതൊക്കെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനിയുള്ള നമ്മുടെ യാത്ര ഡൗൺ ടൗണിലേക്കാണേ. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഡൗൺ ടൗണിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് കിട്ടി. -13ഉം 14ഉം കണ്ടിട്ട് തോമാച്ചിന് മാത്രമല്ല കേട്ടോ ബോറടിച്ചത്, ഞങ്ങൾക്കും ബോറടിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയിലൊന്നും ഒതുങ്ങുന്ന ബോറടി അല്ല ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്, അതുക്കും മേലെയാണ്. അതുകൊണ്ട് തന്നെ ഈ മോളിൻ്റെ മേലെ ഇവരത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, സ്നോ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഗ്രീനറീസ് ആട്ടോ. എവിടെ പോയാലും സ്നോ ആയിരിക്കും, എവിടെ പോയാലും ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഗ്രീനറീസ് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ വിൻ്റർ എന്ന് പറയുന്നത്. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ഇൻഡോറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോവുക എന്നതാണ് നമ്മുടെ മെയിൻ പരിപാടി. അങ്ങനെ ഒരു വെറൈറ്റി ഹരിതാപവും പച്ചപ്പും കണ്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് ഇറങ്ങി.